ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ സാമാന്യമായിട്ടുള്ള ഒരു ആമുഖം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. അപ്പോൾ ആ ഒരു തയ്യാറെടുപ്പ് എങ്ങനെയായിരിക്കണം? അപ്പോൾ ഇങ്ങനെ ഒരു തയ്യാറെടുപ്പോടുകൂടി നമ്മൾ ശിവഗിരിയിൽ വരുമ്പോൾ ഗുരു വിഭാവനം ചെയ്ത, ഗുരു നിർദ്ദേശിച്ച, ഗുരു അരിയുപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഈ ലോകത്തോട്, ഈ മാനവരാശിയോട് ഉദ്ഘോഷിച്ചതും വിദ്യ വേണമെന്നാണ്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാൻ വേണ്ടിയിട്ട് ഗുരു സംസ്കൃത വിദ്യാലയം ആരംഭിക്കുകയും മഹാകവി കുമാരനാശാനെയും ശിവലിംഗദാസ സ്വാമികളെയും അവിടെ അധ്യാപകരായി നിയമിക്കുകയും ചെയ്തിരുന്നു. വിദ്യയുടെ അഭാവം കൊണ്ടാണ് നമ്മളെ മറ്റു പലരും ചവിട്ടി തേക്കുന്നത്. ഇന്നും ഈ ഗുരുവിൻ്റെ സമുദായം അല്ലെങ്കിൽ ഈ ഗുരു പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജനവിഭാഗം ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്താൻ പറ്റാത്തതിൻ്റെ കാരണവും ഈ വിദ്യയുടെ ശരിയായിട്ടുള്ള സ്വീകരണവും ആ വിദ്യ കൊണ്ട് അതിനെ പ്രയോജനപ്പെടുത്താത്തതുമാണ്. ഇപ്പോൾ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാൻ പറയുമ്പോൾ ഈ ഇന്ന് ഏറ്റവും ഉയർന്ന തലത്തിൽ IAS-ഉം IPS-ഉം IFS-ഉം അതുപോലെ സയൻറ്റിസ്റ്റുകളും അതുപോലെ ഉന്നത തലങ്ങളിൽ ഡോക്ടർമാരായിട്ടും ഇങ്ങനെ ഏതെല്ലാം തലത്തിലേക്ക് നമുക്ക് ഉയരേണ്ടതായിട്ടുണ്ടോ അവിടെയൊക്കെ ആ രീതിയിലേക്ക് ഉയരുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗുരു അതുകൊണ്ട് അന്നേ 1928 തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ ആദ്യം പറയുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. അപ്പോൾ 1888 ഗുരു ആരംഭിച്ച, അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും തുടങ്ങിവെച്ച വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ വിദ്യയ്ക്ക് വേണ്ടുന്ന പ്രാധാന്യം വീണ്ടും എടുത്ത് ഗുരു തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നമ്മളോട് പറയുകയാണ്. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ അനന്തമായിട്ടുള്ള സാധ്യതകളെക്കുറിച്ചുള്ള സെമിനാറുകൾ, അതിന് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓരോ ഗുരുഭക്തനും ഒരേപോലെയുണ്ട്, തുല്യ പ്രാധാന്യമാണ്. ഗുരുവിൻ്റെ ഭക്തന്മാരായിട്ട്, ഗുരുവിൻ്റെ അനുയായികളായിട്ട്, ഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ട് ഗുരുവിൻ്റെ പേരിലുള്ള പ്രസ്ഥാനങ്ങൾ, ധാരാളം പ്രസ്ഥാനങ്ങൾ ഇന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഒരേപോലെ അവർ കാണേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായിട്ടുള്ള വിഷയമാണ് ഈ വിദ്യാഭ്യാസം. അപ്പോൾ ഈ സമുദായത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, പഠിക്കാൻ കഴിവുണ്ടായിട്ടും ആ രീതിയിൽ അവർക്ക് പഠിക്കാൻ സാധിക്കാതിരിക്കുന്ന വ്യക്തികളെ, കുട്ടികളെ കണ്ടെത്തി അവരെ ഈ മുഖ്യധാരയിലേക്ക്, അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിദ്യാഭ്യാസ തലത്തിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതും അതിലൂടെ അവർക്ക് നല്ല ജോലിയും അവരുടെ സംസ്കാരവും അവരുടെ ജീവിത നിലവാരവും ഒക്കെ ഉയർത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വവും എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു രീതി അതാണ്. പരസ്പരം കുറ്റപ്പെടുത്തി സ്വയം മിടുക്കന്മാരും മിടുക്കികളാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതാണ് നമ്മൾ മാറ്റുന്നത്. അത് നമ്മുടെ ഈഗോ ആണ്, ഫാൾസ് ഈഗോ ആണ്. അപ്പോൾ ആ രീതി മാറ്റിയിട്ട് നമ്മൾ ഓരോരുത്തരും അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ ഈ ഗുരു വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ തലത്തിലേക്ക്, ആ വിദ്യാഭ്യാസ നയത്തിലേക്ക് നമുക്ക് എങ്ങനെ അതിനെ കൊണ്ടുവരാൻ സാധിക്കും? അപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിന് വരുന്ന ഭക്തജനങ്ങൾ ഇങ്ങനെയുള്ള അറിവ് സമ്പാദിച്ച് അതിനുള്ള ചർച്ചകൾ, അതിനുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കി വേണം തിരിച്ചു പോകാനെന്നാണ്. അപ്പോൾ ഒരുപക്ഷെ അന്ന് അത് പറയുമ്പോൾ ഇത്രമാത്രം ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് പോകുന്ന ഒരു കേന്ദ്രമായി ഇത് മാറുമെന്ന് പലരും വിചാരിച്ചിട്ടുണ്ടാകില്ല.
ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് വന്നു പോകുന്നത്. പക്ഷേ ഈ വരുന്നവരിൽ ഭൂരിഭാഗവും ഇങ്ങനെയുള്ള സെമിനാറുകളിലോ ഈ രീതിയിലുള്ള ചർച്ചകളിലോ കാണാറില്ല എന്നുള്ളതാണ്. വരുന്നവർ ഭൂരിഭാഗവും അവർ പല പല പ്ലാനുകളായിട്ട് വരികയാണ്. അവർ ശിവഗിരിയിൽ തങ്ങുന്നതിനോ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിനോ അവർ സമയം കണ്ടെത്താറില്ല. അവർ ഉടനെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടണം, അവിടെ അവർക്ക് പോകണം, അവിടെ അമ്പലത്തിൽ പോയി തൊഴണം, ഇതൊക്കെയാണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ സംഘാടകർ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സെമിനാറുകളിലൊക്കെ പങ്കെടുത്ത് ഗുരുവിൻ്റെ സന്നിധിയിൽ കുറച്ച് സമയം ജപത്തിനും ധ്യാനത്തിനും പാരായണത്തിനും വേണ്ടി ചെലവഴിച്ച് പോകുവാനുള്ള ഒരു മാനസികാവസ്ഥയോടുകൂടി വരണമെന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നമ്മൾ ഓരോരുത്തരും മാറിയാൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.